ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തട്ടുകടയിൽ നിന്നുണ്ടാക്കുന്നത് പോലെ ഒന്ന് തയ്യാറാക്കിയാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്ക് പഴംപൊരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 2 കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തരി, അതായത് റവ, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഞാനിത് പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചതാണിത്. 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 കപ്പോളം പഞ്ചസാര. ഇതിന്റെ കറക്റ്റ് പഞ്ചസാര 1/4 കപ്പാണ്. അത് കുറക്കണമെങ്കിൽ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇതിലേക്ക് എനിക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൂണൊക്കെ വെച്ചൊന്ന് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സ്പൂണിൽ ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ പഴംപൊരിക്ക് വേണ്ടി ഞാനൊരു അത്യാവശ്യം നല്ലൊരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല പഴുത്ത പഴം എടുക്കുമ്പോഴാണ് പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് പീസായി കൊടുക്കാം. അങ്ങനെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവിന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴം എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. പഴം പൊരിക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്ക് നമ്മുടെ പഴം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നോക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒന്ന് വിട്ടിട്ട് വേണം നിങ്ങളിത് പൊരിച്ചെടുക്കേണ്ടത്. തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.